ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് അല്ലെങ്കിൽ AI ടൂളുകൾക്ക് ചിന്തിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒബ്വിയസ്ലി ചിന്തിക്കാൻ പറ്റും. ആ ചിന്തിക്കുന്നത് എങ്ങനെയാണ്? ആ ചിന്തിക്കുന്നതിൻ്റെ പേരാണ് ആർട്ടിഫിഷ്യൽ. ഒരാളുടെ മനസ്സിൽ ഒരു ദിവസം 80,000-ലധികം തോട്ട്സ്, ചിന്തകൾ വരുന്നുണ്ട്. ഈ ചിന്തകളൊക്കെ വരുന്നത് ഈ പറയപ്പെട്ട ന്യൂറോൺസിൻ്റെ ആണ്. ഈ കോഡിന് കടക്കിനുള്ള ന്യൂറോൺസിൻ്റെ ഭാഗത്തുനിന്നാണ്. ചെറിയ ചിപ്പിൻ്റെ ഉള്ളിൽ ഈ പറയപ്പെട്ട പോലെ ന്യൂറോൺസ് പോലത്തെ കുറേ സംഭവങ്ങൾ ഉണ്ടാക്കി. എന്നിട്ട് മനുഷ്യന്മാർ ചിന്തിക്കുന്ന മെത്തേഡിൽ ഈ ചിപ്പിനെ ചിന്തിക്കാൻ വേണ്ടി പഠിപ്പിച്ചു. ഒരാളുടെ പ്രയാസം എന്താണെന്നുള്ളത് കണ്ടറിയാനോ അല്ലെങ്കിൽ അവരായിട്ട് ഇടപെട്ട് സംസാരിച്ച് മനസ്സിലാക്കുന്നതിനോ ചാറ്റ് GPT ഒരുപാട് പരിമിതികളുണ്ട്. കാരണം ചാറ്റ് GPTക്ക് ഒരു സംഭവം ചാറ്റ് GPT ലിമിറ്റേഷൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ചാറ്റ് GPTയോ AIയോ വർക്ക് ചെയ്യുന്നത് ദ പാസ്റ്റ് ഇൻഫർമേഷൻ ദേ ഹാവ് ഗോട്ട് ഫ്രം ഡിഫറെൻറ്റ് സോഴ്സസ് എന്നാണ്. അവരുടെ പാസ്റ്റ് ഭൂതകാലത്തെക്കുറിച്ചുള്ള അറിവിൽ നിന്നാണ് അവരെന്ത് ചെയ്യേണ്ടത് പ്രവർത്തിക്കുന്നത്. അവർക്ക് ഫ്യൂച്ചറിനെ കുറിച്ച് എന്ത് ചെയ്യാൻ പറ്റില്ല, അവർക്ക് പരിചിതമല്ല. ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിക്കാനുള്ള കാര്യം. ഞാൻ തിങ്കിങ്ങിനെ കുറിച്ച് പറഞ്ഞാൽ മുമ്പ് എന്താണോ കിട്ടിയ ഇൻഫർമേഷൻ അത് വെച്ചിട്ട് അവർക്ക് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. ഇനി വരാൻ പോകുന്ന കാലഘട്ടത്തിൽ അല്ലെങ്കിൽ മാറ്റങ്ങളെ കുറിച്ചോ അത് അവർക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്തത് കൊണ്ട് അവർക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റില്ല. ആ കഴിവ് ആർക്കുണ്ട്? മനുഷ്യന്മാർക്കുണ്ട്.